സാമ്രാട്ട് ചൗധരിയുടെ പ്രതികരണം കൂടി ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വളരെ വേഗത്തിൽ. प्रधानमंत्री गृहमंत्री राष्ट्रीय अध्यक्ष संसद नेतृत्व को हृदय से आभार, सभी विधायकों को हृदय से आभार. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവും നേടിയാണ് NDA സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത്. നാളെയാണ് പ്രധാനപ്പെട്ട ആ ദിവസം. NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നാളെ ഗാന്ധി മൈതാനിൽ നടക്കും. ഗംഭീരമായി തന്നെ ഒരുപക്ഷെ NDAയുടെ ഒരു ശക്തി പ്രകടനം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലിയ ആഘോഷമായിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. നിതീഷ് കുമാറിനെ JDUവിൻ്റെ കക്ഷി നേതാവായി കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുത്തിരുന്നു. ഇന്ന് BJPയുടെ കക്ഷി നേതാവായി സാമ്രാട്ട് ചൗധരി, പ്രേക്ഷകർക്കറിയാം, ഗംഭീരമായ വിജയം നേടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട MLA കൂടിയാണ്. ഒപ്പം BJPയുടെ പ്രധാനപ്പെട്ട ബീഹാറിലെ ഒരു മുഖം കൂടിയാണ് സാമ്രാട്ട് ചൗധരി. അദ്ദേഹം നേരത്തെ ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ തന്നെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം സത്യപ്രതിജ്ഞ ഒരുക്കങ്ങൾ നമുക്ക് വിശദമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ജിഷ്ണു കൃഷ്ണൻ തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, നാളെയാണ് ആ ദിവസം. എത്രത്തോളം വലിയ ഒരുക്കങ്ങളാണ് ഇപ്പോൾ സജ്ജമാക്കിയത്? ഒപ്പം NDA ക്യാമ്പിലെ മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കൂടി. ശമ, നാളെ പട്നയിൽ ഗാന്ധി മൈതാനിയിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ബീഹാറിന്റെ പുതിയ NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ JDUവിൻ്റെയും ഇന്ന് BJPയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്നു. കഴിഞ്ഞ ദിവസം തന്നെ JDUവിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തിരുന്നു. ഇന്ന് BJPയുടെ നിയമസഭാ കക്ഷി യോഗം BJPയുടെ കക്ഷി നേതാവായി സാമ്രാട്ട് ചൗധരിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ബീഹാറിൽ BJPയുടെ പ്രധാനപ്പെട്ട മുഖം, കൂടാതെ നിലവിലെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തെയാണ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഉപനേതാവായി നിലവിലെ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ BJPയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് രണ്ട് നേതാക്കളെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളങ്ങുന്ന വിജയമാണ് NDA നേടിയിട്ടുള്ളത്. മൃഗീയ ഭൂരിപക്ഷം 243 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് NDA ഭരണ തുടർച്ച നേടിയത്. അതിൽ തന്നെ 89 സീറ്റുകളുടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP സംസ്ഥാനത്ത് മാറുകയും ചെയ്തു. ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റമാണ് പൂർണ്ണമായും നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെയും ജാതി സമവാക്യങ്ങൾക്കും ജനതാദൾ രാഷ്ട്രീയത്തിനും അത്രയധികം അപ്രമാദിത്വമുണ്ടായിരുന്ന സംസ്ഥാനത്ത് നിലവിൽ ദേശീയതയും വികസനവും പറഞ്ഞുകൊണ്ട് BJP രാഷ്ട്രീയത്തിന് കൂടുതൽ സ്വാധീനമുണ്ടാക്കാനും ജനപിന്തുണ നേടിയെടുക്കാനും സാധിച്ചു. അത്തരത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പൂർണ്ണതയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ ശക്തി പ്രകടനം തന്നെയായിരിക്കും പുതിയ NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബീഹാറിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കൂടാതെ മറ്റ് കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മറ്റ് സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ, ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരിക്കും ബീഹാറിൽ NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകൾ മുന്നണിക്കുള്ളിൽ പൂർത്തിയായിട്ടുണ്ട്. BJPക്ക് 16 മന്ത്രിമാരും JDUവിന് 15 മന്ത്രിമാരും ഉണ്ടാകും. LJPക്കും പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ചില മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ചില വാർത്തകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജിഷ്ണു, അവിടെ അടിയോടടിയാണ്. ഈ NDAയിൽ വകുപ്പ് വിഭജനമൊന്നും പൂർത്തിയായിട്ടില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നാളെ വരെ സമയമുണ്ടല്ലോ. നിലവിൽ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ബീഹാറിലെ തത്സമയം നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്.